സുഖല്ലേ എല്ലാവർക്കും? ഈ ഒരു ചോദ്യം എത്ര നല്ലൊരു ചോദ്യം തന്നെയാണ് അല്ലെ? ഒരാളെ വിളിച്ചിട്ട് നമ്മൾ ഫോണിൽ സുഖല്ലേ എന്ന് ചോദിക്കുമ്പോ ഓപ്പോസിറ്റിലുള്ള ആള് പറയും സുഖം, കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. ചിലപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റിലുള്ള ആള് സുഖത്തിലൊന്നും ആവണമെന്നില്ല. പക്ഷെ നമ്മളോട് ഇത്രയും സ്നേഹത്തില് ഹലോ സുഖല്ലേ എന്ന് ചോദിക്കുമ്പോ തീർച്ചയായിട്ടും നമ്മൾ പറയും സുഖാണ്, എങ്ങനെയൊക്കെ പോണു. അപ്പോ ഒരാളെ വിളിച്ചിട്ട് നമ്മള് ഇടയ്ക്കൊക്കെ സുഖല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം പറയാതിരിക്കാൻ പറ്റില്ല അല്ലെ? ആരെ കണ്ടു കഴിഞ്ഞാലും ഒന്ന് ചിരിച്ച് സുഖല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊരു സുഖം തന്നെയാണ്. എനിക്കുള്ള ഒരു അനുഭവം എന്താ വെച്ചാല് 2011 തോന്നുന്നു, അതെ 2011 തന്നെ ഞങ്ങള് രാത്രി ഞാൻ വീണ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്ന്, അവിടെയൊക്കെ ക്ലാസ് വൈകിട്ടാണ് എല്ലാ ക്ലാസ്സസും, വീണ, വയലിൻ എല്ലാം. അപ്പോ അതെ, അത് കഴിഞ്ഞ് വന്ന് ഞങ്ങള് വീട്ടില് ഊണയിക്കാനിരിക്കുക, ഒരു 8-8:30 ആയിട്ടുണ്ടാവും. ഊണയിക്കാനിരിക്കുമ്പോ ഒരു കോള് വന്നു ലാൻഡ് ലൈനില്. അപ്പോ അന്ന് എനിക്ക് തോന്നുന്നു, അതെ ലാൻഡ് ലൈനിൽ ഒരു കോള് വന്നപ്പോ ഞാൻ പോയി എടുത്തപ്പോ ഹലോ ഞാൻ പറയണതും ഓപ്പോസിറ്റിൽ നിന്ന് കിട്ടണത് എന്താ, സുഖല്ലേ മോളെ എന്നുള്ളൊരു ചോദ്യം. ആ ഒരു ചോദ്യം കേട്ടോടുകൂടി ഞാനിങ്ങനെ മെൽറ്റായി പോവാന്ന് പറയില്ലേ, അത്രയും സന്തോഷം തോന്നി. അതായത് എൻ്റെ ചേട്ടൻ, എൻ്റെ അച്ഛനേലും എനിക്കെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. അത്രയും ഇഷ്ടമുള്ള, ഇത്രയും സ്നേഹമുള്ള ഒരാളെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ചോദിച്ചു ചേട്ടാ സുഖം. എടുത്തതും പിന്നത്തെ അധികമൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് വെച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എല്ലാത്തിനും സോറി ട്ടോ മോളേന്ന് പറഞ്ഞത്. ഞാൻ പറയില്ല, സോറി എന്ന് പറഞ്ഞു. ഒരു സെക്കൻഡേ മിണ്ടിയിട്ടുള്ളൂ. അപ്പൊ എന്നിട്ട് എനിക്കൊരു ഉമ്മയും തന്നു. അങ്ങനെയാണ് ചേട്ടൻ. അപ്പൊ ഇത്രയും വലിയ ഇതാണോ അതൊന്നും അല്ല അവിടുത്തെ പ്രശ്നം, അത്രയും ഇതോടുകൂടി. പക്ഷെ എനിക്ക് അന്ന് ഉണ്ടായ ഒരു സന്തോഷം, നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് ഒരാള് സുഖല്ലേ എന്ന് ചോദിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ആളെ ഞാൻ കണ്ടിട്ടില്ല, മരിച്ചിട്ട് ഞാൻ വന്നിരുന്നു, പക്ഷെ കാണാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഒരു ചോദ്യം. അപ്പോ എല്ലാവർക്കും അങ്ങനെ ഒരു കെയറിങ്, അതായത് നമ്മള് ഇടയ്ക്കൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോ, അതുപോലെ റിലേറ്റീവ്സ് ആയാലും ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കുക, എല്ലാവരെയും വിളിച്ച് സുഖല്ലേ എന്നൊരു ചോദ്യം. നമുക്ക് അധികം സമയമൊന്നും വേണ്ട, 1 മണിക്കൂർ മിണ്ടേ, അരമണിക്കൂറും ഒന്നും മിണ്ടേണ്ട ഒന്നും ആവശ്യമില്ല. ഇടയ്ക്ക് വിളിച്ചിട്ടൊന്ന് സുഖല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ അന്വേഷിക്കാനും ആൾക്കാരുണ്ടല്ലോ, നമ്മളെ സ്നേഹിക്കാനും ആൾക്കാരുണ്ട് എന്നുള്ള ഒരു ഇത്. ഈ സുഖം എന്നുള്ള വാക്കുണ്ടല്ലോ, അതൊരു മിറാക്കിൾ വേർഡ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ, നമ്മളെ ആരും വിളിക്കാനില്ലാണ്ട് അന്വേഷിക്കാനും ഇല്ലാണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടേതായ പണികൾ എടുക്കുന്നു, ഓടി നടക്കുന്നു. ആരും ഇല്ല എങ്കിൽ ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതേ സ്ഥാനത്ത് ഇടയ്ക്ക് നമ്മളെ വിളിച്ച്, പക്ഷെ നമ്മളെ വിളിക്കണമെന്ന് മാത്രം ശഠിക്കരുത്, നമ്മളും വിളിക്കണം ഇടയ്ക്ക്. എല്ലാവരെയും വിളിച്ച് ഒന്ന് എന്തിനപ്പൊ ദേഷ്യവും വൈരാഗ്യവും, അല്ലെങ്കിൽ എന്താ പറയാ സ്ഥായിയായിട്ടുള്ളൊരു ദേഷ്യഭാവം ആർക്കും വേണ്ട. ഇന്ന് അടുത്ത ശ്വാസം പോലും നമ്മുടെയൊക്കെ ഉണ്ടാവോ എന്നുള്ള ഒരു സംശയത്തിന്റെ ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോ ഒരു ഉറപ്പില്ല ജീവിതത്തിന്. എന്തിന് വാശി വൈരാഗ്യം? ഇഷ്ടമില്ലാത്തവരും മിണ്ടണ്ട. ഞാൻ ഒരിക്കലും പറയില്ല നമ്മളെയോട് ദേഷ്യം കാട്ടി നടക്കുന്നവര്. ഓക്കെ, അത് അവരുടെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിന് അത് കേടാവുന്നല്ലാണ്ട് വേറൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരാളോടും വാശി കാണിച്ചിട്ടിരുന്നിട്ടില്ല, ഇരിക്കണമില്ല. വളരെ മനസ്സിൽ എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയാ, അതോ മറ്റുള്ളവരുടെ ആരെയും നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം, എല്ലാവരോടും സന്തോഷമായിട്ട് ഇടയ്ക്ക് കാണുമ്പോൾ സുഖല്ലേ എന്ന് ചോദിക്കും. ഒരു ചിരി കൊടുത്താൽ തന്നെ ഓപ്പോസിറ്റുള്ള ആള് സന്തോഷിക്കും. അപ്പൊ എല്ലാവർക്കും ഞാൻ ഒന്നും കൂടി നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? സുഖമായിട്ട് തന്നെ ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കട്ടെ.